എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു റവ അട ഉണ്ടാക്കുന്നത്. റവ അട. അപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇടുന്നുണ്ട്. ഒരു 1/4 കിലോത്തോളം റവ ഉണ്ട്. നല്ലൊന്ന് വറുത്ത് കൊടുക്കാം നമുക്ക്. റവ അട. ഒരു 5 മിനിറ്റോളം വറുത്താൽ മതി. 5 മിനിറ്റ് വേണ്ടിയിട്ട് 3 മിനിറ്റ് 4 മിനിറ്റ് എത്ര നേരം ആവും. അപ്പോൾ വറുത്ത റവയൊക്കെയല്ലേ വരുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് റവ അട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈസിയാണ്, സിമ്പിളാണ്. കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വന്നിട്ടും ലീവിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ചായയ്ക്കും ചുമ്മാ കഴിക്കാനൊക്കെ. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ, നമുക്ക് ഓഫാക്കാം. നമുക്ക് ഒരു 2-3 പഴം വേണം, ചെറുപഴം. അപ്പോൾ ഇതാ തൊലിയെ കാഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടോ, 3 എണ്ണം 4 എണ്ണം ഉണ്ട്, ചെറുതാണ്. ഉടച്ചു കൊടുക്കാം. കയ്യിലേ ഉടയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത് വെച്ചിട്ട് അമർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് മാവ് മിക്സാക്കാം. ഒരു പൊടിക്ക് ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിയൊക്കെ സുഖം ഇടാൻ. കണ്ടോ, പൊടിച്ച് വെച്ചാണ്. അലിയൊക്കെ ചെയ്യും. കുറച്ച് നേരം കുഴയ്ക്കണം നമ്മൾ. പഴം എല്ലാം ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചൂടുണ്ട്. ചൂടാറിയ ശേഷം കുറച്ച് ആറണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചുടുന്നനെ കുഴയ്ക്കാൻ പഠിച്ചാൽ കുഴയ്ക്കാം. നമ്മൾ തേങ്ങ ഏലക്കായൊക്കെ ഇടങ്ങിയിടാം. ഞാനതൊന്നും ഇടുന്നില്ല. തേങ്ങ ഇടുന്നുണ്ട്. നമുക്ക് നല്ല മിക്സായി കൊടുക്കാം. ശർക്കരയും തേങ്ങയും പഴവും. ശർക്കര, തേങ്ങ, പഴം, അത്രയേ ഉള്ളൂ. എല്ലാവരുടെ വീട്ടിലുണ്ടാവും. എല്ലാതും അധികം ഈസി ആയതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല കുഴച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾ നല്ല അടയുടെ പാകത്തിന് നമ്മൾ കുഴച്ചെടുത്തു. പഴം, ശർക്കര, തേങ്ങ. അപ്പോൾ നമുക്ക് ഇതിന് ഇലയിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇലയിൽ ഇട്ട് കൊടുത്ത് മടക്കി വയ്ക്കാം. നമുക്ക് എത്ര വേണോ അത്ര കൂട്ടി കുറച്ചിട്ട് നമുക്ക് മടിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. ടെൻഷനൊന്നുമില്ല. സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ആയിട്ട് സൂപ്പർ അട. അപ്പം അങ്ങനെ നമുക്ക് ഒക്കെ താത്തി കൊടുക്കാം. പഴമൊക്കെ വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാം. ഇനി കുറച്ചുകൂടി വേണം ലൂസാക്കാം. പിന്നെ പഴം കൂട്ടിയാൽ ലൂസാവും. ഇങ്ങനെ ഞാൻ എല്ലാതും ഇല വെച്ചിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്, പലഹാരം. വെള്ളച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, ആവി കയറാൻ. ആവി കയറി. അപ്പോൾ നമുക്ക് നമ്മുടെ അട വെച്ച് കൊടുക്കാം. റവ അട. കണ്ടോ, കുത്തനെ നമുക്ക് വയ്ക്കാം. എങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ റവ അട സെറ്റാക്കി വെച്ചു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഇനി ഒരു 10 മിനിറ്റ് വേവട്ടെ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റവ അടയാണ്. ഈസിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു ബുദ്ധിമുട്ടുമില്ല.
റവയും നമ്മുടെ പൂവാന് കൊടുത്ത റവയൊക്കെ ഉണ്ടല്ലോ അത് മതി. കുറച്ച് ശർക്കരയും തേങ്ങയും പഴവും. അപ്പോൾ വേവട്ടെ. ഒരു 8-10 മിനിറ്റിനുള്ളിൽ നമുക്ക് റവ അട സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആവട്ടെ. അങ്ങനെ നമ്മുടെ ആവി പറക്കണ അട സെറ്റായി. നല്ല മണം വരുന്നുണ്ട്. റവേനെയും പഴവും ശർക്കരയും കുഴയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുക. ഭയങ്കര ലൂസാവാൻ പാടില്ല, ഭയങ്കര കട്ടിയാവാനും പാടില്ല. അത് മാത്രമേ നോക്കാവുള്ളൂ. ശർക്കരയും തേങ്ങയൊക്കെ തോനെ കൂട്ടാം, നമ്മുടെ ഇഷ്ടത്തിൽ കൂട്ടും കുറച്ച് ചെയ്യാം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് രസം ഉണ്ടാവില്ല, കൂട്ട് തന്നെ വേണം. അങ്ങനെ അടിപൊളി അട സെറ്റായി വന്നു. എരിയെന്നൊക്കെ വിട്ട് വന്നു. നല്ല ശർക്കരയൊക്കെ തോനെ കളറുള്ള കൂട്ടിയാൽ കളറായിട്ടുണ്ടാവും. നമ്മുടെ ശർക്കര കളർ കമ്മിയാണ്. പഴം തോനെ കൂട്ടുക. കുറച്ച് ലൂസായിട്ട് തന്നെ പെനയണം. കുഴയ്ക്കുമ്പോൾ നല്ല കട്ടിക്ക് കുഴയ്ക്കാൻ പാടില്ല. കുറച്ച് ലൂസായിട്ട് കുഴച്ചിട്ട് ഇതാക്കണം. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരമൊക്കെ നമുക്ക് കൂട്ടി കുറച്ച് വേണ്ടത് കൂട്ടി കുറച്ച് നമുക്ക് ഉണ്ടാക്കാം. ഏലക്കായ വേണമെങ്കിൽ ഇടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടിപൊളി ടേസ്റ്റായ അട, റവ അട എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്.